ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സജഷനിൽ വന്നൊരു ടോപ്പിക്കാണ്. ഇതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു റിവഞ്ച് ഉണ്ടോ എന്നുള്ളതും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടവർ സിറ്റുവേഷൻ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ തകർച്ച അല്ലെങ്കിൽ ഒരു ഇടുത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നതും ആ ഒരു തകർച്ച തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. കാരണം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഓഫ് വാണ്ട്സ് റിവേഴ്സ് എനർജിയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ കട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥ. നോ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിനെ അത്ര നല്ല രീതിയിൽ ബാധിക്കുന്ന പോലെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിങ് ഓഫ് ഫോൺസ് റിവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം വൈബ്രൻ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു ഹാപ്പി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ അവരാകെ ഒരു ഇംപേഷ്യൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റെസ്റ്റ്ലെസ്നെസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അത്രയധികം ഒരു ബുദ്ധിമുട്ടിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആരുടെയൊക്കെയോ 10 ഓഫ് കപ്സ് ആയിരുന്ന ഒരു ബന്ധമാണിത്. അതായത് അത്രയേറെ സന്തോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ കരുതി പോകുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് അത്രയും ഒരു ഡെപ്തിലേക്ക് പോയിട്ടുള്ള ആ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്രയും ആ ഒരു താല്പര്യത്തോടെ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അവിടെയാണ് ഈ ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഒരു 10 ഓഫ് കപ്സ് റിവേഴ്സിൽ പോയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ ഒരു സന്തോഷം, താല്പര്യം അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന ഫുൾഫിൽമെൻറ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു തകർച്ച എന്ന് പറയുന്നത് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സംഭവമായിരിക്കും. ഇപ്പോൾ ചിലവരുടെ ലൈഫിൽ ചില തകർച്ചകൾ കാര്യങ്ങൾ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും വേറെ പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് നമുക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ ഇത് അധികം നാൾ പോകുന്നു തോന്നണില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഒരു നമുക്ക് തന്നെ ഒരു മെൻ്റലി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറുണ്ട്. എന്നാൽ വേറെ ചില അവസരത്തിലാണെന്നുണ്ടെങ്കിൽ യാതൊരു ഐഡിയയും കിട്ടില്ല, അല്ലെങ്കിൽ തീർത്തും നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ലൈഫിൽ പെട്ടെന്ന് കയറി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരിക എന്ന് പറയുമ്പോൾ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും പതറിപ്പോകുന്നൊരവസ്ഥയായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഗ്രാജ്വലി ആണ് പല കാര്യങ്ങളും കയറി വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനൊക്കെ ഒരു സമയം കിട്ടും. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെ വരുമ്പോൾ അതാകെ ഒരു നമ്മളുടെ ഒരു താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ആയിരിക്കാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നുണ്ടാവാം. ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇവരുടെ ഒരു ഫീലിങ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും എന്താണ് ഇവരുടെ ഒരു ഉദ്ദേശം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഏത് അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് അപ്പോൾ അറിയാനായിട്ട് കഴിയും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു ട്രാജിക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്.
ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു ഇൻ്റർഫിയറൻസ് കൂടി കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെട്ട ഒരവസ്ഥ, അല്ലെങ്കിൽ കുടുംബം, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സിറ്റുവേഷനും ചിലർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ നേരത്തെ വളരെ ചാമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നൊക്കെ അവർ മാറിയിട്ടുണ്ടാവാം. അതായത് അത്രയധികം പ്രസരിപ്പോടുകൂടി നടന്നൊരു വ്യക്തിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് തണുത്തുറഞ്ഞു പോവാന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വലിയൊരു തകർച്ചയിൽ മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എങ്കിൽ കൂടിയും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഈ ഒരു പേഴ്സണ് ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ഇത്രയും വലിയൊരു തകർച്ച വന്ന് മാറി നിന്നിട്ട് പോലും ഒരു പ്രതീക്ഷ എവിടെയൊക്കെയോ ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓഫേഴ്സ്, ചോയ്സസ് ഒക്കെ ലൈഫിൽ കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ചിലപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ഒരു ഫിനാൻഷ്യൽ വൈസോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയർ വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ഓഫേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ താല്പര്യം തോന്നാം. അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ സ്റ്റിൽ നമ്മളുടെ പറയുന്ന ഒരു ടൈം പീരീഡ് പോലും എത്രയൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവാം. എങ്കിൽ പോലും അവർക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അതായത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങളിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു പിടപ്പ് അനുഭവപ്പെടുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പുറമേയുള്ള മറ്റാരെയും അത് അറിയിക്കുന്നുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എന്താണോ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും അവർ വളരെയധികം ഇമ്പേഷ്യൻ്റ് ആയിട്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ചിലർക്കെങ്കിലും ഇത് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇടപെടുന്നവരായിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർട്ടിൽ കേസ് കൊടുത്തിരിക്കുന്നവരോ, അല്ലെങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ കോടതിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില കാര്യങ്ങളിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും ആവണമെന്നില്ല, കുറച്ച് വ്യക്തികൾക്ക് ആ ഒരു കോർട്ട് കേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്സിൻ്റെ എനർജി തന്നെ അത്രയും കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഇമോഷൻസിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അത്രയും ഡെപ്തായിട്ട് പോയൊരു റിലേഷൻഷിപ്പ് തന്നെയാണല്ലോ. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു 10 ഓഫ് കപ്സ് എന്നുള്ള രീതിയിൽ പോയ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ നേരെ തകിടം മറിഞ്ഞൊരവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു 5 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു പടികൾ മുഴുവൻ ഇറങ്ങി പോന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും അവർ വീണ്ടും പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഒരു മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി പോകുന്നെങ്കിൽ പോലും അവിടെ ഒന്ന് വിട്ടു പോരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞൊരു എനർജിയിലൂടെയാണ് കറൻലി വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ നമുക്കിവിടെ ഒരു 6 ഓഫ് കപ്സ് എനർജി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു വ്യക്തിക്ക് വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഇപ്പോൾ കറൻ്റ് ഉള്ള ഈ ഒരു നോ കോണ്ടാക്റ്റിൽ ഈ വ്യക്തി ഇത്രയധികം വിഷമിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി കൊണ്ട് സംഭവിച്ചതായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു പേഴ്സണായിട്ട് എടുത്ത എന്തെങ്കിലും ഒരു ഡിസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ ഇറങ്ങി പോകുന്നൊരു ഡിസിഷനൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോകുന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇത്രയധികം വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇവർ നിർബന്ധിതമായിട്ട് ചിലപ്പോൾ മാറിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഇമോഷൻ വൈസ് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആ ഒരു ഇൻഡിസിഷൻ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മെൻ്റലി ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണോ എന്നുള്ളൊരു റിഗ്രറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ ഒരു കാര്യങ്ങൾക്ക് എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ തപ്പുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കാനൊക്കെ സാധിക്കാത്തൊരു മൈൻഡ് സെറ്റാണത്. കാരണം നമ്മൾ വളരെ ഉറച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്നുള്ളൊരു ധാരണയിൽ പോകുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കൺഫ്യൂഷൻ ഈ പേഴ്സണ് ഇപ്പോഴും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പല കാര്യങ്ങളിലും അവർക്കുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ മെയിനായിട്ട് നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് കാര്യം സംഭവിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നതെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ടും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല. ഫിസിക്കലി നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതായിട്ട് നമ്മൾ കാണിക്കുക എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇറങ്ങിപ്പോരുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നമുക്ക് വിട്ടുപോരുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിനകത്തൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു അവസ്ഥ. ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ ശ്രമിച്ചിട്ട് പോലും അവർക്ക് അതിനകത്ത് കഴിയുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ഒരു പേഴ്സൺ റിട്ടേൺ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഏത് കാര്യത്തിൽ നിന്നാണോ നമ്മൾ വിട്ടുപോരാനായിട്ട് അല്ലെങ്കിൽ മറക്കാനൊക്കെ ശ്രമിക്കുന്നത്, ആ ഒരു കാര്യം തന്നെ വീണ്ടും പെട്ടെന്ന് കയറി വരും. മറക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യമായിരിക്കും ആദ്യം ഓർമ്മയിലേക്ക് കയറി വരിക. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ പേഴ്സണും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഈ ഒരു ടവർ സിറ്റുവേഷന് ശേഷം നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ തളർന്നു പോയിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ആത്മബന്ധം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 10 of Cups പോലെ പോയ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ ഈ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഈ ഒരു തകർച്ച എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഇതിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇനി ഇല്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഈ വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. അതായത് എത്ര വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും വീണ്ടും വെരി നെക്സ്റ്റ് മൊമെന്റ് ഇതിനകത്തേക്ക് തന്നെ കറങ്ങിത്തിരിഞ്ഞെത്തുക. മനസ്സിന് ഇത് പറിച്ചെറിയാൻ കഴിയാത്ത പോലെയുള്ള ഒരു എനർജി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു പേജ് ഓഫ് ഫോൺസ് എനർജി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു പാഷനേറ്റ് എനർജി അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഇമോഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലോ ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോക്കസ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവർ കൊടുക്കുന്നത് നിങ്ങളുടെ കാര്യത്തിനാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരുന്നു, ഒരു പേഴ്സൺ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മളിവിടെ കണ്ടിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ ഈ ഒരു പേഴ്സൺ മുഴുകിയിരിക്കുന്നത് കൊണ്ട് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നതായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഒരു കരിയറിൽ അവർ ഫോക്കസ് കൊടുക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തൊക്കെ ഇവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും നമ്മളിവിടെ ലാസ്റ്റ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ എനർജിയാണ്, ഫ്രം ദ വെരി ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു എനർജിയാണത്. അതായത് ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം ഒന്നേ എന്ന് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെക്കുറിച്ചും വീണ്ടും വിചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും വരട്ടെ എന്നുള്ള ആ ഒരു എനർജിയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കെട്ടുപാടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് പോകാനായിട്ട്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എങ്കിലും നമ്മളിവിടെ ഓവറോളായിട്ട് പറയുമ്പോൾ പല കാര്യത്തിലും അവർക്കൊരു സ്റ്റക്നെസ് ഉണ്ട്, തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം കൂടി വരുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് തരത്തിലും ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. എങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇമോഷണലി വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ല ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്ഥാനം അതെന്താണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായിരിക്കും അവരത് മനസ്സിലാക്കിയത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ചിലപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അകന്നു പോയപ്പോഴായിരിക്കാം ആ ഒരു പ്ലേസിൽ ആര് വന്നാലും ഓക്കെ ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അവരുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കിയത് ഈ ഒരു സമയത്തായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ഒക്കെ ഇത്തരത്തിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദേഷ്യമോ കാര്യമൊന്നും ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഇല്ല. അവരുടെ ഒരു മൈൻഡിലാണെന്നുണ്ടെങ്കിലും അത്രത്തോളം നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ആ ഒരു പേഴ്സൻ്റെ ഒരു വിചാരം കൊണ്ടല്ലാന്നുണ്ടെങ്കിൽ പോലും എന്തോ നിങ്ങളുടെ ഒരു എനർജി അവരിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ അവർ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചറാണ്. അതായത് ഈ ഒരു വ്യക്തി നിയർ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കുന്നുള്ളതാണ്.
ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് മൂമെൻ്റ് അല്ല, നിയർ ഫ്യൂച്ചർ എനർജിയാണ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് നമ്മൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 ഡേയ്സ്, വിത്തിൻ 90 ഡേയ്സ് അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ ഉള്ള ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺടാക്റ്റിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ് ഒക്കെയാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 8, നമ്പർ 11, നമ്പർ 2, നമ്പർ 5, നമ്പർ 6 ആൻഡ് നമ്പർ 16. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ആൻഡ് എനർജിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലിയേഷൻ ആൻഡ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എനർജി പ്രകാരം ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം.